ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. അപകടം പതിയിരിക്കുന്ന പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ആലപ്പുഴ ചമ്പക്കുളം പഞ്ചായത്തിലെ ജനങ്ങൾ. പുനർനിർമ്മാണത്തിനായി നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ അപകട നിലയിലായ തടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുകയാണ് പ്രായം ചെന്നവരും കുട്ടികളും ഉൾപ്പെടുന്ന 100ഓളം കുടുംബങ്ങൾ. മാധവശ്ശേരി തോടിന് കുറുകെ ഇന്നുള്ളത് ദ്രവിച്ചു തുടങ്ങിയ മരക്കഷ്ണങ്ങൾ മാത്രമാണ്. തോട് കടക്കാൻ മറ്റു മാർഗമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. അടയ്ക്കാമരവും മുളയും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ആശ്രയം. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ ഈ പാലത്തിലൂടെയാണ് യാത്ര. എൻ്റെ കൊച്ചു ഈ പാലം കയറിയ വള്ളക്കുളത്തിൽ പോണത്. ഈ പാലത്തെ കൂടെ കയറിയാണ് പോണത്. ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവക്കൊരു വായി, ഈ കൊച്ചിൻ്റെ വായി, ഇതെല്ലാം എടുത്തുകൊണ്ട് ആ കൊച്ചും തള്ളയും കൂടെ പോണത്. ഇങ്ങനെ പോകും. 3 പേരാണ് പോണത് ഒരു പാലത്തെ കയറി. ഈ പാലത്തെ കൂടെ കയറി പോണത്. മൂക്കുതുരുത്തി മോട്ടോർ തറയ്ക്ക് സമീപമുണ്ടായിരുന്ന പാലം വർഷങ്ങൾക്ക് മുൻപാണ് പൊളിച്ചു നീക്കിയത്. പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയതിനെ തുടർന്ന് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 2.5 ലക്ഷം രൂപയും വകയിരുത്തിയെങ്കിലും നിർമ്മാണം മാത്രം നടന്നില്ല. കരാറുകാരൻ ഉടമ്പടി വെച്ചിട്ടും നിർമ്മാണം നടക്കാതെ പോവുകയായിരുന്നു. പാലം നിർമ്മിക്കുന്നതിൽ കരാറുകാരനും ബന്ധപ്പെട്ട അധികാരികളും കടുത്ത അനാസ്ഥ കാട്ടുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇപ്പോൾ പുതിയ പാലവുമില്ല, പഴയ പാലവുമില്ല എന്നതാണ് അവസ്ഥ. 3 സാമ്പത്തിക വർഷം കഴിഞ്ഞിട്ടും പാലത്തിൻ്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഞങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് ഓഫീസിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ സമീപിച്ചപ്പം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്, ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാൽ മതി എന്നാണ്. നമുക്കറിയാം ഈ പദ്ധതിയൊക്കെ നടപ്പാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ വർക്ക് കഴിയേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇരുചക്രവാഹന യാത്രക്കാരടക്കം തോടിന് മറുകര കടക്കാൻ ബുദ്ധിമുട്ടുകയാണ്. മുൻപ് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കയറി ഇറങ്ങിയിരുന്ന പാലമാണ് ഇന്ന് അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു കിടക്കുന്നത്. ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായ പാലം എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആകെ ആവശ്യം. മാധവശ്ശേരി പാലത്തിലൂടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇവരുടെ ഈ ഗതികേടിന് ഇനി ആര് മറുപടി പറയും? ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ വിഷയത്തിൽ പ്രദേശവാസികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. ഏതാണ്ട് ഒരു 2-2.5 വർഷമായിട്ട് ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാലത്തെ കൂടെ ഞങ്ങൾ എന്തിനും അക്കരെ ഇക്കരെ എല്ലാം കയറി ഇറങ്ങി പോകണം. ഈ പാലത്തെ കൂടെ ഈ കൊയ്യാൻ പോകണമെങ്കിലും വേലയ്ക്ക് പോകണം, തൊഴിലുറപ്പിന് പോകണം, എന്തിനും. പിന്നെ നാട്ടിലുള്ള മനുഷ്യരെല്ലാം ഈ പാലം വഴി കയറി ഇറങ്ങുന്നത്. ഈ പാലം ഇങ്ങനെ കിടക്കാന്നുണ്ട് കുറേ കാലങ്ങളായി. ഇതിലും കഷ്ടമായിട്ട് കിടന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇത്രയെങ്കിലും അടയ്ക്കാമരം കൊണ്ടുവച്ചിട്ടുണ്ട്. മെമ്പറിനോട് പറഞ്ഞു ഏത് കാര്യത്തിനും പറഞ്ഞു ഞങ്ങൾ സാക്കി കിട്ടി. ഇനി മെമ്പറിനോട് ഒരു പറയത്തില്ല. അത്രയും ഒരു മെമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നീ ഇത്രയും മെമ്പർ വരാനും പോകണില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ്നാഥ് കൂടി ചേരുന്നുണ്ട്. അജയ്, ഫണ്ട് വകയിരുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നതാണ് ജനങ്ങളുടെ ആക്ഷേപമെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിൽ നിർമ്മാണം മുടങ്ങുവാനുള്ളൊരു കാരണം എന്തൊക്കെയാണ്? നമ്മൾ ഈ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ പാലം പൊളിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ പാലം പൊളിച്ചതിന് ശേഷം ഏതാണ്ട് 7.5 ലക്ഷം രൂപ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ വകയിരുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പുനർനിർമ്മാണമായി ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രദേശത്തെ ജനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ കാണുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് ഇതിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് എന്നാണ്. തിരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളെ കാണുമ്പോൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ കാണുമ്പോൾ അവർ പറയുന്നത് ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്, ഇതിൻ്റെ നിർമ്മാണ ചുമതല ഗ്രാമപഞ്ചായത്തിനാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹികളും പറയുന്നത്. ഇതാണ് ഇത്തരത്തിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ഈ പാലത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ കടന്നു പോകുന്ന ഒരു പാലം കൂടിയാണത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. കുട്ടികൾ ഉൾപ്പെടെ, പ്രായമായവരുൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പാലം കൂടിയാണത്. പക്ഷേ അധികൃതരുടെ ഈ അനാസ്ഥ മൂലമാണ് ഇത് ഇത്തരത്തിലേക്ക് അനന്തമായി നീണ്ടുപോകുന്നത്. അതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേവലമായി നാട്ടുകാർ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു പാലത്തിലൂടെയാണ് ഇവരുടെ യാത്ര എന്നുള്ളതാണ് മറ്റൊരു വേദനിപ്പിക്കുന്ന കാര്യം. അത് ഏത് നിമിഷവും തകർന്നു വീഴുന്ന നിലയിലാണ് ഇപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥയുള്ളത്. ആ പാലം അത്തരത്തിലേക്ക് തകർന്നുകൊണ്ടിരിക്കുന്നു, കാലപ്പഴക്കം ചെല്ലുന്തോറും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് യാതൊരു നിലപാടും ഉണ്ടാകുന്നില്ല. ഒന്നുകിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരോ ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആകെ ആവശ്യം.